ചിലപ്പോൾ കാണുമ്പോഴുള്ള കംഫർട്ട് ഇടുമ്പോൾ ഉണ്ടാവണമെന്നില്ല. നിങ്ങളങ്ങനെ ബിക്കിനിയൊക്കെ ഇടാനും വാങ്ങിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ അച്ചീവ് ചെയ്തതിന് മെമ്മറീസ്. ഹായ്, അപ്പോൾ കുറച്ച് കാര്യങ്ങളും കുറേ തള്ളുകളുമായിട്ട് ചെറിയൊരു ബിക്കിനി വിശേഷം. ബിക്കിനി ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേർക്ക് ബിക്കിനിയൊക്കെ ഇടണം, ഗോവയിൽ വന്ന് ബിക്കിനിയൊക്കെ ഇടണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ബിക്കിനീസ് കിട്ടും. ഇത് 2 പീസ് ബിക്കിനി എന്ന് പറയും, അല്ലാതെ സിംഗിൾ പീസ് ബിക്കിനി ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ബിക്കിനി ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പല വെറൈറ്റി ബിക്കിനീസ്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരിക, വന്നിട്ട് നമുക്ക് ആപ്റ്റായ ഒരു സാധനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കംഫർട്ടാണ്, നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ എങ്ങനത്തെ ഇടണം എന്നുള്ള ഇത്. അപ്പോൾ അതിന് നമ്മളുടെ ശരീരം അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഇത് മോഡലിംഗ് ചെയ്യുന്നതുകൊണ്ട് പല ടൈപ്പ് ഓഫ് വെറൈറ്റീസും കാര്യങ്ങളും അതിനകത്ത് പരീക്ഷിക്കുന്നതും അല്ലെങ്കിൽ പല കളേഴ്സ് എടുക്കുന്നതൊക്കെ എൻ്റെ ചോയ്സാണ്. പക്ഷെ അതേപോലെ ആയിരിക്കണമെന്നില്ല. വേറൊരാളെ സംബന്ധിച്ച് ലൈഫിൽ അവരുടെ ഒരു എന്താ പറയുക, ഡ്രീം സാഫല്യോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറേ നാളത്തെ ഒരു ആഗ്രഹം അങ്ങ് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവിടെ ഒത്തിരി ടൈപ്പ് ഓഫ് സാധനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഒട്ടുമിക്കതും ഒരു ഫ്രീ സൈസ് ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇടാൻ വേണ്ടി കംഫർട്ട് അല്ലാത്തവർക്ക് മിഡി ടൈപ്പും അല്ല ഷോളും കൂടി ഉള്ളതും 2 പീസ് 3 പീസ് ഒക്കെ വരുന്ന പല ടൈപ്പുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അങ്ങനത്തെ കുഞ്ഞു ആഗ്രഹങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതങ്ങ് സാധിക്കുക പറ്റുന്ന ഇടങ്ങളിൽ അതങ്ങ് സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ അത് ഭയങ്കര ന്യൂഡിറ്റി, വൾഗാരിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിക്കിനി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും പോകേണ്ട ആവശ്യമില്ല. പൊതുവെ ഇപ്പോൾ സ്ത്രീകൾ വീട്ടിൽ ബ്രായൊക്കെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ബ്രായും ബിക്കിനിയും ഒരേപോലെ കാണരുത്, രണ്ട് സാധനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിക്കിനി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടോപ്പ് പീസ് ഇങ്ങനെ നെക്കിൽ ടൈ ചെയ്യുകയും ഇങ്ങനെ ബാക്കിൽ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അത് കറക്റ്റായിട്ട് നമുക്ക് ആപ്റ്റായ രീതിയിൽ ടൈ ചെയ്യാന്നുള്ളത്. അതേപോലെ അതിൻ്റെ ഇതും അതെ, ലോവർ പീസും അതെ കറക്റ്റായിട്ട് ടൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ഈ ഹിപ്പ് നല്ല കുറച്ചും കൂടെ ഷേപ്പൊക്കെ ഉള്ളവരാകുമ്പോൾ കുറച്ചും കൂടെ കയറ്റി കിട്ടി കഴിഞ്ഞാൽ അതനുസരിച്ച് നല്ല ഭംഗിയിലൊക്കെ ഇരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ നമ്മൾ ഇന്നർവിയേഴ്സ് വാങ്ങിക്കുമ്പോഴും അതെ പല ടൈപ്പ് ഓഫ് ഇതൊക്കെ ഉണ്ട്. പാൻറ്റീസ് തന്നെ, അതായത് തോങ് എന്ന് പറഞ്ഞാൽ, അതായത് നൂല് ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, നൂല് പോലെ ഇരിക്കുന്ന കുറച്ച് നൂലുകൾ മാത്രമുള്ളതെന്നൊക്കെ പറയാറ്, അങ്ങനത്തെ. പിന്നെ ഈ പറഞ്ഞ പോലെ ബിക്കിനി ടൈപ്പ്, അല്ലാതെ ഫുൾ കവറുള്ളത്, ഷോർട്ട് ടൈപ്പ്, അങ്ങനെ പല ടൈപ്പും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും നമ്മളുടെ റെഗുലർ യൂസ് അനുസരിച്ച് നമ്മളെ കംഫർട്ടബിൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്തേണ്ടത്. ഇതിനൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു ഇതല്ല. ഇപ്പോൾ എല്ലാത്തിനും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, അതനുസരിച്ചുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഏതൊക്കെയാണ് എങ്ങനത്തെയൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിലപ്പോൾ കാണുമ്പോഴുള്ള കംഫർട്ട് ഇടുമ്പോൾ ഉണ്ടാവണമെന്നില്ല. നിങ്ങളങ്ങനെ ബിക്കിനിയൊക്കെ ഇടാനും വാങ്ങിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊരു നല്ലൊരു സ്പേസ് ഞാൻ പറയുക ഗോവയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500-600 റേഞ്ചിൽ ബിക്കിനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തീർക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡിസൈനും വെറൈറ്റി അനുസരിച്ച് വ്യത്യാസം വരും. ഞാൻ മിനിമം റേറ്റ് ഉണ്ടോ പറഞ്ഞത്. അതേപോലെ അത് ഇട്ട് നടക്കാനും കുറച്ച് കംഫർട്ടബിൾ ഇവിടെ ആയിരിക്കും. കാരണം അങ്ങനെ ഭയങ്കര തുറച്ചു നോട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു സ്പേസാണിത്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ അറിയാം ഓരോരുത്തരും എത്ര ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മളൊരാഗ്രഹം കാരണം ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇതിൽ നല്ലത് അതായിരുന്നല്ലേ, അങ്ങനെ നമുക്കിങ്ങനെ നിറയെ എന്താ പറയുക ചോയ്സും അല്ലെങ്കിൽ നിറയെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അതിനോടുള്ള ആ ഒരു ടാബ് ഉണ്ടല്ലോ, തെറ്റിദ്ധാരണല്ലോ, ഈ സാധനങ്ങളൊക്കെ മാറിക്കിട്ടാൻ പറ്റുന്നൊരു
ഏറ്റവും കൂടെയാണ്. പിന്നെ നമ്മളിങ്ങനെ ഇവിടെ വരെയും ബിക്കിനിയൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയും ഇടുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഇടും, നല്ല നല്ല ക്യാമറയൊക്കെ ഉള്ളു. അപ്പോൾ മൊബൈലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിയൊക്കെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലൈഫിൽ വൺസൊക്കെ കുറേ പേരെങ്കിലും ചെയ്യുന്നുണ്ടാവുള്ളൂ. എല്ലാവരും എപ്പോഴും ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എപ്പോഴും വരാൻ പറ്റിയ ഒരു സാഹചര്യം ഒന്നും ആയിരിക്കില്ല ബിക്കിനിക്ക് ഇടുക എന്നുള്ളതും ഈ പറഞ്ഞ പോലെ എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ചെയ്യുന്നത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മെമ്മറബിൾ ആക്കാവുന്ന രീതിയിൽ അത് ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഈ പറഞ്ഞ പോലെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇടണമെന്നൊന്നുമില്ലല്ലോ. തൽക്കാലം എന്താ പറയുക, പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ. ചില സന്തോഷങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മറന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നു. നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഒരു സമയത്തുണ്ടായിരുന്ന നമ്മളുടെ ടാലൻറ്റുകളെയും അറിവുകളെയൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക ആരും അറിയാതെ പോവും. അപ്പം ചിലപ്പോൾ ഇങ്ങനെ പഴയ ആൽബം എടുത്ത് ഞാൻ എൻ്റെ പഴയ ആൽബമൊക്കെ ഇങ്ങനെ കേടുവന്ന് തുടങ്ങി. എന്നാലും ഇങ്ങനെയൊക്കെ മറിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിക്കും, ഓ അന്ന് അങ്ങനെ ചെയ്യുന്നല്ലേ ഇങ്ങനെ ഇത് അങ്ങനത്തെ അതൊക്കെ നമ്മൾ മിസ്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഓരോ യാത്രകളും ഓരോ മൊമെൻറ്റും നിങ്ങൾ ജസ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ, അതായത് ഒരു 20 വർഷം 30 വർഷം കഴിഞ്ഞൊരു ബാക്ക് ഒന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ഇത് അപ്പോൾ അവിടെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നിരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കണമെന്നേ ചുമ്മാ. ഇപ്പം നമ്മൾ എവിടെയും ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ടൂറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എല്ലാ സ്ഥലത്തും ഏതെങ്കിലുമൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും, ഇതേപോലെ അപ്പം തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ. പക്ഷേ ഇവിടെ അങ്ങനെ അവൈലബിൾ ആണെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൊബൈലിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാം. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ അച്ചീവ് ചെയ്തതിൻ്റെ മെമ്മറീസ്. ഇങ്ങനെയുള്ള എന്താ പറയുക ചെറിയ ചെറിയ ഇൻഫോർമേഷനും കുറച്ച് തള്ളുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്താ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണില്ല അതൊന്ന് പ്രസ് ചെയ്തിട്ടേക്കണം. എന്നാലല്ലേ ഇതൊക്കെ അറിയുള്ളൂ.